നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 152 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. വലിയ രീതിയിലുള്ള പോളിംഗ് ശതമാനം ഉണ്ടായിരുന്നു, വോട്ടർ ടേൺ അറൗണ്ട് ഉണ്ടായിരുന്നു. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ഒറ്റപ്പെട്ട ചില അക്രമ സംഭവങ്ങൾ ഒഴിച്ചാൽ സമാധാനപരവുമായിരുന്നു. ഒരു ബൂത്തിൽ പോലും ആ ഘട്ടത്തിൽ റീപോളിംഗ് നടത്തേണ്ട സാഹചര്യം ഉണ്ടായില്ല. എന്നാൽ രണ്ടാം ഘട്ടത്തിൽ 142 മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ 142 മണ്ഡലങ്ങളിൽ ചില മണ്ഡലങ്ങൾ, അതായത് 2 മണ്ഡലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. അവിടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നു എന്ന പരാതി ഉയർന്നു. അതിനെ തുടർന്ന് ഇന്ന് 15 ബൂത്തുകളിൽ റീപോളിംഗ് നടക്കുകയാണ്. അതായത് പശ്ചിം മഗ്രഹാട്ടിലും അതുപോലെ തന്നെ ഡയമണ്ട് ഹാർബർ, ഈ 2 മണ്ഡലങ്ങളിൽ പെടുന്ന 15 ബൂത്തുകളിലാണ് ഇപ്പോൾ റീപോളിംഗ് നടക്കുന്നത്. ഈ 15 ബൂത്തുകളിൽ 11 എണ്ണം പശ്ചിം മഗ്രഹാട്ട് എന്ന നിയമസഭാ മണ്ഡലത്തിലുള്ളതാണ്, 4 എണ്ണം ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലുള്ളതാണ്. ഈ റീപോളിംഗും ഇപ്പോൾ സമാധാനപരമായി നടക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. റീപോളിംഗിന് ഇടയായ സാഹചര്യം ആവർത്തിക്കപ്പെടാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ നടപടികളും ഇപ്പോൾ പൂർത്തീകരിച്ചു വരികയാണ്. മാത്രമല്ല, കേന്ദ്ര സേനയുടെ വലിയ രീതിയിലുള്ള വിന്യാസവും ഇത്തരം ബൂത്തുകളിലുണ്ട്. ഈ ആദ്യ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ രണ്ടാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ അതേ രീതിയിൽ തന്നെ ഇപ്പോൾ റീപോളിംഗ് ബൂത്തുകളിലും പോളിംഗ് ശതമാനം നടക്കുന്നു എന്നുള്ളതാണ്. എല്ലാ ബൂത്തുകളുടെയും മുൻപിൽ നീണ്ട നിര രാവിലെ തന്നെ പ്രകടമായിരുന്നു. ശക്തമായ കനത്ത പോളിംഗ് തന്നെ ഈ ബൂത്തുകളിൽ നടക്കുന്നുണ്ട്. ആദ്യം വോട്ട് ചെയ്ത എല്ലാവരും വീണ്ടും ഒരിക്കൽ കൂടി വോട്ട് ചെയ്യാൻ എത്തുമെന്ന വിശ്വാസത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാഷ്ട്രീയ പ്രതിനിധികളും. പക്ഷേ അപ്പോഴും എന്തുകൊണ്ടാണ് റീപോളിംഗ് വേണ്ടി വന്നത് എന്ന ഒരു ചർച്ച അതിപ്പോൾ ബംഗാളിൽ സജീവമാവുകയാണ്. ബംഗാളിൽ മാത്രമല്ല, ദേശീയ തലത്തിൽ പോലും മാധ്യമങ്ങളിൽ ഇത് വലിയ ചർച്ചാ വിഷയമാവുകയാണ്. സാധാരണഗതിയിൽ അക്രമ സംഭവങ്ങൾ നടക്കുമ്പോഴും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാരണങ്ങളാൽ ആയിരിക്കാം റീപോളിംഗ് നടക്കുന്നത്. അതും 4 ബൂത്തുകളിൽ റീപോളിംഗ് നടന്നാൽ 4ഇടത്തും 4 കാരണങ്ങളായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഈ 15 ബൂത്തുകളിൽ റീപോളിംഗ് നടക്കുന്നു. അവിടെ റീപോളിംഗ് നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഒരേ കാരണം കൊണ്ടാണ് എന്നുള്ളതാണ് ഈ റീപോളിംഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇത് മറ്റൊന്നുമല്ല, BJPയുടെ പശ്ചിമ ബംഗാളിൻ്റെ ചുമതലയുള്ള ദേശീയ നേതാവ് അമിത് മാളവ്യയുടെ പരാതിയെ തുടർന്നാണ് ഇത്തരത്തിലൊരു റീപോളിംഗ് വേണ്ടി വന്നത്. BJP ആണ് ഈ റീപോളിംഗുമായി ബന്ധപ്പെട്ട് പരാതിക്കാരായി വന്നത്. സൗത്ത് പർഗാന ജില്ലയിലാണ് ഈ ഒരു റീപോളിംഗ്, 2 മണ്ഡലങ്ങളും. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ ജില്ലയാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ അനിഷേധ്യയായ നേതാവ് മമതാ ബാനർജിയുടെ മരുമകൻ അഭിഷേക് ബാനർജി അടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു ജില്ലയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു ഉരുക്കു കോട്ട കൂടിയാണ് ഈ പറയുന്ന സൗത്ത് 24 പർഗനാസ്. 85ഓളം മണ്ഡലങ്ങൾ, ആ 85ഓളം മണ്ഡലങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ്. ഈ മേഖലയിൽ അതായത് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന 142 മണ്ഡലങ്ങൾ. ഈ 142 മണ്ഡലങ്ങളിൽ ഈ 85ഓളം മണ്ഡലങ്ങൾ മുസ്ലിം ഭൂരിപക്ഷമായതുകൊണ്ട് തന്നെ ഇത് തങ്ങൾക്ക് അനുകൂലമായി വിധി എഴുതപ്പെടുമെന്ന ഒരു ഉറച്ച വിശ്വാസത്തിലാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോഴുള്ളത്. അതായത് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം വോട്ട് ബാങ്കുകളെ ഉപയോഗിച്ച് ജയിച്ചു വരാം എന്ന ഒരു തന്ത്രമാണ് ഈ തൃണമൂൽ കോൺഗ്രസിന് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം മണ്ഡലങ്ങളിൽ ചില BJPയുടെ വോട്ട് പരമാവധി കുറയ്ക്കാനായി ചില പൊടിക്കൈകൾ ചെയ്തിരുന്നു തൃണമൂൽ കോൺഗ്രസ് എന്നാണ് BJP ആരോപിക്കുന്നത്. അമിത് മാളവ്യ തന്നെ ആരോപിക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ അമിത് മാളവ്യയുടെ പരാതി അനുസരിച്ച് ഈ പറയുന്ന 15 ബൂത്തുകളിലും BJPയുടെ ചിഹ്നത്തിന് നേരെ അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനിൽ അട്ടിമറി നടന്നിരുന്നു എന്നുള്ളതാണ്. വോട്ടിംഗ് മെഷീൻ അട്ടിമറി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഹാക്കിംഗ് നടത്തി എന്നല്ല. BJPയുടെ ചിഹ്നത്തിനും സ്ഥാനാർത്ഥിക്കും നേരെയുള്ള ബട്ടൺ, ആ ബട്ടൺ അമർത്തുമ്പോഴാണല്ലോ അവിടെ ഒരു വോട്ട് വീഴുന്നത്. എന്നാൽ BJPയുടെ സ്ഥാനാർത്ഥിയുടെ പേരും മറ്റ് ബാലറ്റിൽ ഇങ്ങനെ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ച് മറയ്ക്കുക, ഈ പറയുന്ന ബട്ടണിന് മുകളിൽ ടേപ്പ് ഒട്ടിക്കുക, ഇങ്ങനെയൊക്കെയാണ് ഈ ബൂത്തുകളിൽ ചെയ്തു വച്ചിരുന്നത്. ഇത് ദീർഘനേരം അത്തരത്തിൽ മറച്ചു വച്ചിരുന്നുവെന്നും ഒട്ടനവധി വോട്ടുകൾ ചെയ്തതിന് ശേഷമാണ് ഇത് കണ്ടെത്തിയതെന്നും ഒക്കെ തെളിയിക്കാൻ BJPക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതായത് വോട്ടിംഗ് മെഷീനിൽ ടേപ്പ് ഒട്ടിച്ചു വച്ചിരുന്നാൽ അത് ഒട്ടിച്ചു വച്ചത് ശരിയാണ് എന്ന് കണ്ടെത്തിയാൽ ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം BJP ശേഖരിക്കുകയും പുറത്തുവിടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ ആ ബൂത്തുകളിൽ റീപോളിംഗ് നടത്തുമെന്ന്
എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തന്നെ ഈ പരാതി ലഭിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നതാണ്. അതിനനുസരിച്ച് അതുപോലെ തന്നെ 77ഓളം ബൂത്തുകളിൽ ക്രമക്കേട് നടന്നു എന്ന അപേക്ഷയാണ് കിട്ടിയത്. പക്ഷേ അതിലെല്ലാം അന്വേഷണം നടത്തി അത്തരം കാര്യങ്ങൾ അത്ര കണ്ട് കാര്യമുള്ള അല്ലെങ്കിൽ ഗൗരവമുള്ള കാര്യമല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഈ 15 ബൂത്തുകളിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റീപോളിങ്ങിന് ഉത്തരവിട്ടത്. ഈ റീപോളിംഗ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ റീപോളിങ്ങിന് കാരണമായ ഈ ടേപ്പ് ഒട്ടിക്കൽ ഇതാദ്യമായിട്ടല്ല ബംഗാളിൽ ഉണ്ടാകുന്നത് എന്ന് BJP ആരോപിക്കുന്നുണ്ട്. അമിത് മാളവ്യ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയ ഒരു ചെറിയ കുറിപ്പ് പ്രകാരം ഈ അട്ടിമറി നടത്തിയിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ് എന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഈ ടേപ്പ് ഒട്ടിച്ച് സ്ഥാനാർത്ഥിയുടെ പേരും ബട്ടണും ഒക്കെ മറയ്ക്കുന്ന സമ്പ്രദായം ആരംഭിച്ചതും ഈ ഡയമണ്ട് ഹാർബറിൽ തന്നെയാണ്. ഡയമണ്ട് ഹാർബർ മോഡൽ എന്നാണ് BJP അതിനെ വിശേഷിപ്പിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ മരുമകനായിട്ടുള്ള അഭിഷേക് ബാനർജി വലിയ വിജയം ഈ ഡയമണ്ട് ഹാർബർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും നേടിയിരുന്നു. അങ്ങനെ ഈ ഡയമണ്ട് ഹാർബർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും അഭിഷേക് ബാനർജി വലിയ വിജയം നേടിയത് ഇത്തരത്തിലുള്ള ഒരു അട്ടിമറിയുടെ ഫലമായിട്ടാണ് എന്നാണ് ഇപ്പോൾ BJP ആരോപിക്കുന്നത്. BJP സ്ഥാനാർത്ഥിയുടെ പേരിനും ചിഹ്നത്തിനും അതുപോലെ തന്നെ ബട്ടണിനും മുകളിൽ ടേപ്പ് ഒട്ടിച്ചുകൊണ്ടാണ്, നിരവധി ബൂത്തുകളിൽ ഇത്തരത്തിലുള്ള ടേപ്പുകൾ ഒട്ടിച്ചുകൊണ്ടാണ് അഭിഷേക് ബാനർജി അവിടെ അട്ടിമറി നടത്തിയത് എന്ന് BJP പറയുന്നു. BJP അതിന് ചില കണക്കുകളും പുറത്തുവിടുന്നുണ്ട്. അതായത് അഭിഷേക് ബാനർജി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചത് ഏതാണ്ട് 7,10,900 വോട്ടുകൾക്കാണ്. ഭൂരിപക്ഷമാണ്, ഒരു മണ്ഡലത്തിലെ ഭൂരിപക്ഷമാണ്. 7 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അഭിഷേക് ബാനർജി ജയിക്കുന്നത്. ഏതാണ്ട് 10,48,230 വോട്ടുകളാണ് അഭിഷേക് ബാനർജിക്ക് ലഭിച്ചത്. ഇതിൽ തൊട്ട് പിന്നിലുള്ള സ്ഥാനാർത്ഥിയായ BJPയുടെ അഭിജിത് ദാസിന് ലഭിച്ചത് 3,37,300 വോട്ടുകളാണ്. അതായത് 22% വോട്ടുകൾ. 68% വോട്ടുകൾ അഭിഷേക് ബാനർജി സ്വന്തമാക്കുമ്പോൾ BJPക്ക് ലഭിച്ചത് 22% വോട്ടുകൾ മാത്രമാണ്. അതിന് തൊട്ട് മുന്നത്തെ തെരഞ്ഞെടുപ്പ് 2019 തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ കണക്കുകൾ കൂടി BJP പറയുന്നുണ്ട്. അന്ന് മണ്ഡലത്തിൽ BJPക്ക് ലഭിച്ചത് 4,70,538 വോട്ടുകളാണ്. അതായത് 33.39% വോട്ട്. ഈ 33% ഉണ്ടായിരുന്ന വോട്ടാണ് 11% കുറഞ്ഞ് 22.03 വോട്ടിലേക്ക് 2024 തെരഞ്ഞെടുപ്പിൽ വന്നത്. 7,91,000 വോട്ട് മാത്രം ഉണ്ടായിരുന്ന അഭിഷേക് ബാനർജിയുടെ വോട്ട് 10 ലക്ഷം കടക്കുകയും ചെയ്തു. ഇത് ഇത്തരത്തിലുള്ള അട്ടിമറി ചെയ്തുകൊണ്ടാണ്, ഇതിനെ ഡയമണ്ട് ഹാർബർ മോഡൽ എന്നാണ് ഇപ്പോൾ BJP അതിനെ വിളിക്കുന്നത്. അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ നടക്കുമോ ഇല്ലയോ എന്ന് BJP ശ്രദ്ധാപൂർവം ജാഗ്രത കാട്ടിയിരുന്നു. ഈ ജാഗ്രതയുടെ ഫലമായിട്ടാണ് 15 ബൂത്തുകളിൽ ഇത്തരത്തിലുള്ള അട്ടിമറി രഹസ്യമായി നടന്നു എന്ന് പരാതി BJP നൽകുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ അന്വേഷണത്തിൽ അത് കണ്ടെത്തുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ റീപോളിംഗ് നടക്കുന്നത്. എന്തായാലും ജനാധിപത്യത്തെ BJP അട്ടിമറിക്കുന്നു എന്ന് മമത ആരോപിക്കുന്നു. എന്നാൽ മമത ഡയമണ്ട് ഹാർബർ മോഡൽ അട്ടിമറി ഈ ബംഗാളിലെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ നടത്താൻ ശ്രമിച്ചുവെന്നും അതിനെ തടയിടാനായിട്ടാണ് ഞങ്ങളിതാ ഈ വോട്ടിംഗ് അല്ലെങ്കിൽ റീപോളിംഗിന് അപേക്ഷ നൽകിയതെന്നും BJPയും പറയുന്നുണ്ട്. എന്തായാലും റീപോളിംഗ് കൂടി നടന്നു കഴിയുമ്പോൾ സംസ്ഥാനത്ത് സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആശ്വസിക്കുകയും ചെയ്യാം.